ശീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടിയുടെ ബുക്കിൽ വായിച്ചാണ്, വോളിയം 1 വായിച്ചാണ്. ആ ഡിവോട്ടിയുടെ ബുക്കിൽ ഓരോരോ ശീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങൾ പറയുന്നുണ്ട്. ഓരോ ശീല പ്രഭുപാദിന്റെ ഓരോ ഭാവത്തെ എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ലീലകളാണ് ഈ ശിഷ്യന്മാര് പറയുന്നത്. അപ്പം അതില് ഫസ്റ്റ് അതിനകത്ത് വായിച്ച ഒരു സാക്ഷാത്കാരം എന്ന് വെച്ചാൽ ബദരി നാരായണ ഗോസ്വാമി എന്ന് പറഞ്ഞു, ശീല പ്രഭുപാദിന്റെ ശിഷ്യൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു സാക്ഷാത്കാരമാണ്. ശീല പ്രഭുപാദ് മോർണിംഗ് വാക്കിന് നടന്നപ്പം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഈ പ്രസ്ഥാനം വളരെ ചെറുതായിരുന്നു, അങ്ങനെ വലിയ കെട്ടിടങ്ങളോ അതൊന്നും ഇല്ലായിരുന്നു. അപ്പം ശീല പ്രഭുപാദ് ശിഷ്യന്മാരിങ്ങനെ നടന്ന് പോകുമ്പം പ്രഭുപാദ് ഇങ്ങനെ നല്ല നല്ല വീടുകളും ഇതൊക്കെ നോക്കാറുണ്ട്. അത് ഭഗവാന്റെ ക്ഷേത്രത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കാറുണ്ട്. അങ്ങനെ ഒരു വളവിലെത്തിയപ്പോഴത്തേന് ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് കണ്ടപ്പോഴത്തേന് ശീല പ്രഭുപാദ് തന്റെ കൂടെ ഇന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു നാള് ഇതേപോലത്തെ ഒരു വീട് നമുക്ക് കൃഷ്ണന് വേണ്ടി കൊടുക്കാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാരും ജയ ശീല പ്രഭുപാദ് എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോൾ വലിയൊരു ഡ്രൈവ് വേ വന്നു. അത് വലിയ തെരുവാണ്, വലിയ റോഡാണ്. ആ റോഡിലൊക്കെ കാറ് വളഞ്ഞു പോകുമ്പോൾ അതിന്റെ ടയറിന്റെ മാർക്കൊക്കെ റോഡിൽ ഇങ്ങനെ കിടക്കും. വലിയ വലിയ കാറുകൾ അതുവഴി പോകുന്നതാണ്. അപ്പോൾ ഒരു വലിയ കാറ്, വില പിടിച്ച വലിയൊരു കാറ് വന്നപ്പോഴത്തേന് ശീല പ്രഭുപാദ് ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു നാള് നമുക്ക് കൃഷ്ണന് വേണ്ടി ഈ വലിയൊരു കാറ് കൊടുക്കാൻ പറ്റും, ഇതേപോലത്തെ ഒരു വലിയ കാറ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ അതും കഴിഞ്ഞ് അപ്പോഴെല്ലാരും ജയശീല പ്രഭുപാദ് എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേന് ഒരു വീട്ടിന്റെ പരിസരത്തെത്തിയപ്പോഴത്തേന് ഒരു വലിയൊരു പട്ടി ഇവരെ കണ്ട്, ഇവരിങ്ങനെ നടന്നു വന്ന കണ്ടപ്പോഴത്തേന് കുരച്ചോണ്ട് വന്നു. അവർ അടുത്ത് വന്നില്ല, ഗേറ്റിന്റെ അടുത്ത് വരെ വന്നു. അപ്പം ശീല പ്രഭുപാദ് ഇതിനെ കണ്ടപ്പോഴത്തേന് പറഞ്ഞു, ഇനി ഒരു നാള് ഇതേപോലൊരു വലിയൊരു പട്ടിയെ നമുക്ക് കൃഷ്ണന് വേണ്ടി കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഉടനെ എല്ലാരും ജയശീല പ്രഭുപാദ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് ഉടനെ പറഞ്ഞു, യു ഫൂൾസ് എന്ന് പറഞ്ഞ് ഈ എന്തിനാണ് ഈ പട്ടി, വലിയൊരു പട്ടി നമുക്ക് കൃഷ്ണന് വേണ്ടി എന്തിനാണെന്ന് ഇങ്ങനെ ചോദിച്ചു. അത് ഒരു ഇൻസ്റ്റൻസ്. പിന്നെ വേറൊരു ഇത് ഗോവിന്ദദാസ് എന്ന് പറഞ്ഞൊരു ഭക്തൻ പറയുന്നതാണ്. ആ ഭക്തൻ പ്രഭുപാദിന്റെ ആദ്യകാലത്തെ ഉള്ളൊരു ഭക്തനാണ്. അപ്പൊ 1967 ശീല പ്രഭുപാദിന് സ്ട്രോക്ക് വന്ന ദിവസം, ഫസ്റ്റ് ആ ദിവസമാണ് പ്രഭുപാദിന് സ്ട്രോക്ക് വന്നത്. അന്ന് കുറച്ച് അന്നത്തെ ഈ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയത്തില്ല. അവര് 10, 18, 20 വയസ്സുള്ള ആൾക്കാരാണ്. അവരാദ്യമായിട്ടാണ്, സാധാരണ ഒരാൾക്ക് സ്ട്രോക്ക് വന്നാലും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. എന്തോ ആശുപത്രി കൊണ്ടുപോകണോ, എന്ത് ചെയ്യണം, എന്താ സംഭവിക്കുന്നതെന്ന് പോലും അത്ര കുട്ടികളാണ്. അപ്പം പ്രഭുപാദിന് വന്നപ്പം സ്പിരിച്വൽ മാസ്റ്ററിനാണ് വന്നിരിക്കുന്നത്, എന്ത് ചെയ്യണം എന്ന് അവർക്കിങ്ങനെ അറിയാത്ത. അപ്പൊ ഫസ്റ്റ് ഡേ അവര് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, അവര് ഇങ്ങനെ മസാജ് ചെയ്യും, ഇതെല്ലാം ചെയ്യുമായിരുന്നു. അപ്പൊ അന്ന് നൈറ്റില് അദ്ദേഹം കണ്ടതാണ് പ്രഭുപാദ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ അന്ന് രാത്രിയും പ്രഭുപാദ് തന്റെ കൂടെ ഇരുന്ന ശിഷ്യന്മാരുടെ അടുത്ത് അവര് പതുക്കെ പിടിച്ച് കട്ടിലിരുത്തുമ്പം ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ബുക്ക് എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ നിന്ന് റെഫർ ചെയ്ത് പ്രഭുപാദ് ആൻസേഴ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ഗോവിന്ദദാസിന് അദ്ദേഹത്തിന്റെ ഹൃദയം ഭയങ്കരമായിട്ട് ചേഞ്ചായി. അദ്ദേഹം പ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ടെങ്കിലും പ്രഭുപാദ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ, കാരണം ഇത്രയും സ്നേഹം നമ്മളോട് ഏതൊരു വ്യക്തിയാണ് കാണിക്കുന്നതെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. കാരണം സ്വന്തം ശരീരത്തിന് ഇത്രയും സംഭവിക്കുമ്പോഴും നമ്മളെ പഠിപ്പിക്കും, നമ്മുടെ ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം നൽകാനും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ എങ്ങനെ, അതുകൊണ്ട് അന്നാണ് അദ്ദേഹം, ആ ഒരു ദിവസമാണ് അദ്ദേഹം വിചാരിച്ചു, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈ വ്യക്തിക്ക് മുമ്പിൽ ഒഴിഞ്ഞു വെക്കാം എന്നങ്ങനെ ചിന്തിച്ചത്. അപ്പൊ ആ 2 ഇൻസ്റ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, പ്രഭുപാദ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അന്ധമായ അനുകരണയും നിരർത്ഥങ്ങളായ ചോദ്യങ്ങളും പാടില്ല എന്നുള്ളത് ഭഗവത്ഗീത ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പം മറ്റേ ആദ്യത്തെ ഇൻസ്റ്റൻസിൽ അന്ധമായ ഒരു അനുകരണയാണ്. പ്രഭുപാദ് എന്ത് പറഞ്ഞു, അതിന്റെ യുക്തി ആലോചിക്കാതെ ജയശീല പ്രഭുപാദ് എന്ന് പറഞ്ഞു അവര്. പക്ഷെ ഇവിടെയാണെങ്കിൽ പ്രഭുപാദ് ഒരാൾ ആത്മാർത്ഥമായിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ തനിക്ക് സ്ട്രോക്ക് വന്ന ദിവസമാണെങ്കിൽ കൂടി
അത്രയും ബുദ്ധിമുട്ടി എഴുന്നേറ്റിരുന്ന പ്രഭുപാദ് ബുക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ബുക്കിൽ നോക്കി കറക്റ്റായിട്ടുള്ള അപ്പം വ്യർത്ഥങ്ങളായ ചോദ്യങ്ങളല്ല, ശരിയായ ചോദ്യങ്ങൾക്ക് പ്രഭുപാദ് കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുത്തു എന്നുള്ളത് നമുക്ക് ഒരു ആചാര്യന്റെ മനസ്ഥിതി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Thank you, Hare Krishna.